ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3 സ്വയം മരണം തിരഞ്ഞെടുത്ത് ഈ ലോകം വിട്ടുപോയ പ്രശസ്തനായ സ്പാനിഷ് ജേർണലിസ്റ്റാണ് കാർലോസ് ഹെർണാണ്ടസ്. കാർലോസ് ഹെർണാണ്ടസ് ഡി മിഗ്വേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ദീർഘകാലമായി മാധ്യമപ്രവർത്തകനായിരുന്നു. വാർ റിപ്പോർട്ടിങ്ങിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളയാളായിരുന്നു. കോസവോയിൽ, അതുപോലെ തന്നെ ബോസ്നിയയിൽ, അഫ്ഗാനിസ്ഥാനിൽ, പലസ്തീനിൽ ഒക്കെ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, പറഞ്ഞാലൊരു 56 വയസ്സുള്ള റിപ്പോർട്ടറായിരുന്നു. 56 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അതേ പ്രായം എന്നൊക്കെ പറയാനേ ഉള്ളൂ. മാധ്യമരംഗത്ത് വേണമെങ്കിൽ ഇനിയും വലിയൊരു കാലയളവ് മുന്നോട്ട് പോകാൻ ഉണ്ടായിരുന്ന വളരെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ കാർലോസ് ഹെർണാണ്ടസ്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതി വച്ച ഒരു കുറിപ്പ്, ഞാൻ മരിക്കുകയാണെങ്കിൽ മാത്രം പുറത്തു വന്നാൽ മതി എന്ന തീരുമാനത്തോടെ എഴുതി വച്ച ഒരു കുറിപ്പ്, അതിൻ്റെ ഒരു സംഗ്രഹം ദി ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇഫ് യു ആർ റീഡിങ് ദിസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഐ ആം ഡെഡ്. ഹിയർ ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് ഹൗ ടു ലിവ്. നിങ്ങൾ ഈ കുറിപ്പ് വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചുപോയി എന്നാണ്. എനിക്ക് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്നുള്ള വളരെ ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. I decided to become a journalist because I truly believed that by reporting rigorously and honestly, we could improve this world. I still believe it now. I know that in my professional career, I have made mistakes. I know that in my professional career, I have made mistakes. I have put up with things that I should have rejected. And I have not by any means been a perfect journalist. Despite all that, I can look back and what I see doesn't trouble me. I can say I have never ever lied. I can say I have never ever lied, manipulated or concealed information. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല, ഞാൻ സത്യം വളച്ചൊടിച്ചിട്ടില്ല, ഞാൻ വിവരം മറച്ചു വച്ചിട്ടില്ല. In all my reporting, whether from Madrid, Bilbao, Seville, Kabul, Jerusalem or Baghdad, I have tried to hold those in power to account. I have tried to relate what was happening, and I have tried to give a voice to those who lacked one. Voices for the victims, criticism for the perpetrators, no neutrality, no ambiguity. And that's why I am especially proud of not having risen as high as I could have. I was even fired for trying to remain true to my principles. എൻ്റെ ആദർശങ്ങളോട് ട്രൂത്ത്ഫുള്ളായിരിക്കാൻ ശ്രമിച്ചതിന് എന്നെ പുറത്താക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പാണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഭാഗം കൂടി മാത്രം. I learned from veteran colleagues that I consider to be the two principles of journalism. What I consider to be the two principles of journalism. The first is that objectivity is not the same as neutrality. If there is an aggressor and a victim, a liar and an honest person, a corrupt individual and an honorable one, then your task is to describe all that clearly and forcefully. I'm sick of those who believe that being a journalist means reporting both sides' versions without filters, without challenging their veracity, especially and
This is worse and all too common when you know that one side isn't telling the truth. നോക്കൂ സുഹൃത്തുക്കളെ, ഈ വരികൾ ഞാൻ ചുരുക്കി മലയാളത്തിൽ പറയാം. അതായത് ന്യൂട്രാലിറ്റി, നിഷ്പക്ഷത അല്ല ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠതയല്ല നിഷ്പക്ഷത. ഒരാൾക്ക് വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ജേർണലിസം നടത്തുക എന്ന് പറഞ്ഞാൽ അത് നിഷ്പക്ഷമല്ല. കാരണം ഒരാൾ അക്രമി, വേറൊരാൾ ഇര. ഇയാളെ രണ്ടുപേരെയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്ന ഞാൻ നിഷ്പക്ഷനായി ഇരുന്നാൽ അത് വസ്തുനിഷ്ഠമായ റിപ്പോർട്ടിംഗ് ആവില്ല. വസ്തുനിഷ്ഠമായ റിപ്പോർട്ടിംഗ് ആവണമെങ്കിൽ അക്രമിയെ അക്രമിയാണെന്ന് പറയാനും ഇരയെ ഇരയാണെന്ന് പറയാനും കഴിയണം. അതാണ് കാർലോസ് സാൻഡേഴ്സൺ ഈ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഇതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി. ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ടു ബി എ ഗുഡ് ജേർണലിസ്റ്റ് ഇറ്റ് ഈസ് വൈറ്റൽ ദാറ്റ് യു ആർ എ ഗുഡ് പേഴ്സൺ. ഓക്കെ, യാതൊരു സംശയവുമില്ല. ഐ ഓൾവേസ് ആഡ് എ തേർഡ്. ജേർണലിസം ഈസ് നോട്ട് ജസ്റ്റ് അനദർ പ്രൊഫഷൻ. Society's right to be well informed rests on our work. Freedom, equality and democracy depend on our work, albeit no exclusively. So there are no excuses for lying or concealing information. If we do, we should be held professionally and even criminally responsible. സത്യം മറച്ചു വയ്ക്കുന്ന നീക്കമുണ്ടായാൽ അല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടായാൽ ക്രിമിനലി റെസ്പോൺസിബിൾ കൂടിയാവുന്ന തെറ്റ് വെറും തെറ്റല്ല, അത് നിയമപരമായൊരു തെറ്റുകൂടിയാണെന്ന് ബോധ്യം വരുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷനാണ് ജേർണലിസം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ നോക്കൂ, വസ്തുനിഷ്ഠതയെയും നിഷ്പക്ഷതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു സംഭവവുമായി ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ ഒരു 10-40 വർഷമായി ബാബ എന്ന പേരിലൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തുകയായിരുന്ന ഒരു 70 വയസ്സുകാരൻ വൃദ്ധൻ, ഒരു മുസ്ലിം വൃദ്ധനാണ്. ആ കടയിലേക്ക് 10-40 ആളുകൾ കയറി ചെല്ലുകയാണ്. എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ആ ബാബ എന്നുള്ള പേര് മാറ്റണം. എന്താണ് കാര്യം? അത് ഒരു സന്യാസിയുടെ, ഹിന്ദു സന്യാസിയുടെ പേരാണ്. അങ്ങനെ ഒരു സന്യാസി സമീപത്തുണ്ട് എന്നും കൂടിയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേര് ഉപയോഗിക്കാൻ പാടില്ല. ഈ സന്ദർഭത്തിൽ അവിടെ ആ ഒരു പ്രശ്നം നടക്കുന്നത് കണ്ട് അങ്ങോട്ട് കയറി ചെന്ന ദീപക് എന്ന ചെറുപ്പക്കാരൻ, ദീപക് ചോദിക്കുന്നു, ഇതെന്താണ് സംഭവം? അദ്ദേഹം അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നു, എന്തിന് പേര് മാറ്റണം? അദ്ദേഹം 10-40 വർഷമായിട്ട് ഈ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും കാലമില്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെ ഉണ്ടാവുന്നു? ഇനി അഥവാ പേര് മാറ്റണമെങ്കിൽ അത് പറയാൻ നിങ്ങളാരാണ്? വന്നത് ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകരാണ്. ഈ ചെറുത്ത് നിന്നത് ഒരു സാധാരണ മനുഷ്യനാണ്. അവിടെ ജിംനേഷ്യമൊക്കെ നടത്തുന്ന ഒരാളാണ്, ഒരു ചെറുപ്പക്കാരനാണ്, 32 വയസ്സെങ്ങാനുമാണ്. അപ്പോൾ അവിടെ അക്രമിയെയും ഇരയെയും തിരിച്ചറിയാൻ കഴിഞ്ഞ ദീപക്കാണ് ഇന്ത്യ കണ്ട ആ നിമിഷത്തിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് എന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ കേട്ട ഒരു മഹാനായ ജേർണലിസ്റ്റിൻ്റെ, ഒരു വളരെ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ മരണക്കുറിപ്പിൽ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് ദീപകിൻ്റെ ആ നിമിഷത്തിലേക്കാണ്. അക്രമി ആര്, ഇരയാര് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ അദ്ദേഹം എടുത്ത നിലപാടാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എടുക്കേണ്ടത്, എൻ്റെ സഹപ്രവർത്തകരെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട പോലെ 2-3 ദിവസം മുമ്പ് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ഫയർ ചെയ്യപ്പെട്ട് നിരാശയോടെ സ്വയം മരണം വരിക്കേണ്ടി വന്ന മനുഷ്യരെ പോലെ ആയിത്തീരുകയാണ് ജേർണലിസ്റ്റുകൾ. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, യഥാർത്ഥത്തിൽ ഈ നാളുകളെക്കുറിച്ചാണോ, ഈ കാലത്തെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്? ഏതാണ്ട് 1930കളിൽ കേസരി ബാലകൃഷ്ണപിള്ള നടത്തിയ മുഖപ്രസംഗങ്ങളിലൂടെ നടത്തിയ മാധ്യമ പ്രവർത്തനം പോലെയൊക്കെ ഉണ്ട് കേൾക്കുമ്പോൾ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭരണാധികാരികൾക്കെതിരെ അവരെ അതിരൂക്ഷമായ വിമർശനത്തിലൂടെ
അവരെ തെറ്റിദ്ധരുത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ബാലകൃഷ്ണപിള്ള ആകെ ഒരു 3 പത്രമേ നടത്തിയിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 10 വർഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതം ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു പത്രം നടത്താൻ അദ്ദേഹത്തിന് പ്രസ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം മലേഷ്യയിൽ പോയിട്ട് നടന്ന് പിരിച്ചിട്ടൊക്കെയാണ് കാശ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പത്രം നടത്തിയത്. പോട്ടെ, ഒരു ചരിത്രം. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് പോലെയുണ്ട് ഇപ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് പറയുമ്പോൾ. അങ്ങനെയൊരു തോന്നലാണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു തോന്നൽ വരുന്നത്? ആ തോന്നലിനൊരു കാരണം, നമ്മൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഈ മാനദണ്ഡങ്ങളിൽ നിന്ന് വളരെയേറെ പിന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ്. ഞാനതിനെ പിന്നോട്ട് പോക്കായിട്ടാണ് കാണുന്നത്, ഒരിക്കലും മുന്നോട്ട് പോക്കായിട്ടല്ല. ഇപ്പോൾ ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന ചില രീതികളുണ്ട് അല്ലേ? സത്യത്തിലേക്കുള്ള, അഹിംസ എന്ന മാർഗത്തിലൂടെ സത്യത്തിലേക്കുള്ള യാത്ര. ഓക്കെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗാന്ധിജി കാണിച്ചു തന്ന ഒരു മാർഗം, ആ യാത്രയുടെ വഴിയിൽ നമ്മൾ എങ്ങോട്ട് പോയി? നമ്മൾ മുന്നോട്ടാണോ പോയത്? ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഫിറോസ് ഖാൻ എന്ന സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹത്തിന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടുന്നു. ഫിറോസ് ഖാൻ്റെ പിതാവ് മുന്ന സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് സംസ്കൃത പണ്ഡിതനായിരുന്നു. അവരെല്ലാം ആ നാട്ടിലെ അറിയപ്പെടുന്ന ഭജൻ ഗീതകരുമായിരുന്നു. ഭജൻ വായിക്കുക, അമ്പലങ്ങളിൽ തുളസീദാസിൻ്റെ ഭജനുകൾ വായിക്കുക, മീരാ ഭജനുകൾ വായിക്കുക, ഇതൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകൾ. അവർക്ക് യാതൊരു എതിർപ്പും നേരിടേണ്ടി വന്നിട്ടില്ല. സംസ്കൃത പണ്ഡിതൻ എന്ന നിലയിൽ അവർക്ക് ഒരിടത്തും ബഹിഷ്കരണം നേരിടേണ്ടി വന്നിട്ടില്ല. 2021 ഫിറോസ് ഖാന് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി കിട്ടുമ്പോൾ അദ്ദേഹത്തെ ആ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു മുസ്ലിം ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന നിലപാടെടുത്ത് അവിടെ പ്രക്ഷോഭം നടക്കുകയാണ്. സർവകലാശാല അധികൃതർക്ക് ആ പ്രക്ഷോഭത്തിൽ വഴങ്ങേണ്ടി വന്നു. സംസ്കൃതം പഠിപ്പിക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിച്ചു. നോക്കൂ, ഗാന്ധിജി പറഞ്ഞതിൽ നിന്ന് മുന്നോട്ടാണോ പോയത്? ഗാന്ധിജി ഒരു പത്രപ്രവർത്തകനായിരുന്നു, സത്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകൻ. ഈ സത്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഐ ഹാവ് നെവർ ലൈഡ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മരിച്ച മാധ്യമപ്രവർത്തകൻ്റെ മരണക്കുറിപ്പിൽ നിന്ന് തുടങ്ങി ഞാൻ എത്തുന്നതാണ്. ഈ സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ കേസരി ബാലകൃഷ്ണപിള്ളയായും ഗാന്ധിജിയായും ഒക്കെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് നോക്കേണ്ടി വരുന്ന. കാരണം നമ്മൾ പിന്നിലാണ്. നമ്മൾ എത്രയോ ഈ വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ആ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന്, അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഡാർക്ക് ഏജസിലേക്ക് പിന്നോട്ട് പോകുന്നു. ഇപ്പോഴെന്താണ് കാണുന്നത്? പരസ്പര ശത്രുതയ്ക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾക്ക് പ്രാമാണ്യം കൈവരുന്ന. ഇവിടെ ഇപ്പോൾ ശ്രീധരൻ പിള്ള പറഞ്ഞു, നമ്മളെല്ലാം സൗഹൃദത്തോടെയും ഒക്കെ ജീവിക്കേണ്ട ആളുകളാണ്. പരസ്പര ബന്ധങ്ങളിലൂടെ ജീവിക്കേണ്ട ആളുകളാണ്, മനുഷ്യരാണ്. സമസ്ത അതിന് തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്, എനിക്കറിയാം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കൂട്ടായി നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്ന, എല്ലാവരും സമന്വയത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലേക്കാണ്, ഞാൻ പറയട്ടെ, വിഷവിത്തുകൾ വിതയ്ക്കാൻ വേണ്ടി ചില ആളുകൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ രാഷ്ട്രീയം തീർച്ചയായും മാധ്യമപ്രവർത്തനത്തിൻ്റെ അഭേദ്യ ഭാഗമായതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുംഭമേള, തിരുനാവായ, നമുക്കെല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയിൽ അത് നടന്നു. മലപ്പുറം ജില്ലയിൽ നടക്കുന്നതുകൊണ്ട് എന്തോ വലിയ കുഴപ്പമുണ്ടാവും എന്നൊക്കെ വിചാരിച്ച ആളുകളെ
ലജ്ജിപ്പിച്ചുകൊണ്ട് അവിടെ അത് വളരെ സമാധാനപൂർവ്വമായി നടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞ കുംഭമേളയെക്കുറിച്ച് നമ്മളെന്താ വിചാരിക്കുന്നത്? അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല, വളരെ നല്ലതായി, എല്ലാവരും വളരെ ആധ്യാത്മികമായ ഉയർച്ച നേടി അവിടുന്ന് പിരിഞ്ഞുപോയി എന്നല്ലേ? അവിടെ നടന്ന പ്രസംഗങ്ങളുടെ ചില ക്ലിപ്പിങ്ങുകൾ, വീഡിയോ ക്ലിപ്പിങ്ങുകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും അഭിലഷണീയമല്ലാത്ത പ്രസംഗങ്ങളായിരുന്നു അത് എന്ന് മാത്രം ഞാൻ വളരെ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും നമ്മൾ കരുതിയിരിക്കേണ്ടതും എന്താണെന്ന് കാണാതിരുന്നാൽ നമുക്ക് മാധ്യമ പ്രവർത്തനം കൊണ്ടെന്നല്ല, സാമൂഹിക പ്രവർത്തനം കൊണ്ടെന്നല്ല, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടെന്നല്ല ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കുറെ കൂടി ജാഗരൂകമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നിങ്ങളോട് വളരെ വിനീതമായി ഞാൻ പറയുകയാണ്. ഇനി നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നാൽ, ഇപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ ഓഫ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിലാണ് നമ്മളിതിനെ കാണുന്നത്, ഈ സെമിനാറിനെ കാണുന്നത്. ഫ്യൂച്ചർ ഓഫ് ഫോർത്ത് എസ്റ്റേറ്റ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം എത്ര കണ്ട് പാലിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൽ എന്ന് നിങ്ങൾക്കറിയാം. ഭരണകൂടങ്ങളോട് പൊരുതുക, അല്ലെങ്കിൽ ഭരണകൂടങ്ങളെ നിരന്തരം അവരുമായിട്ട് കലഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത മാധ്യമപ്രവർത്തകരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പോട്ടെ. പക്ഷേ വിമർശിക്കാനെങ്കിലും ഒരു ചങ്കൂറ്റം ഉണ്ടാവുക എന്ന് പറയുന്ന സംഗതിയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഇനി വിരലിലെണ്ണാവുന്നവർ മാത്രം എന്ന നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ മലയാളത്തിലെ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടെലിവിഷൻ ചാനലുകൾ പ്രധാനമായും, ഇപ്പോൾ പത്രമാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ ഏറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ മേഖല അതല്ലാതെ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ പത്രമാധ്യമങ്ങളുടെ ഒരു കാലം ഇപ്പോൾ പ്രശാന്തൊക്കെ അത് പറയും, എങ്ങനെയാണ് എന്തുമാത്രം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ളത്. വാഷിങ്ടൺ പോസ്റ്റിൽ തന്നെ കൂട്ടപ്പിരിച്ചുവിടൽ നടക്കുന്നു, ശശി തരൂരിൻ്റെ മകനടക്കം ജോലി പോകുന്നു എന്ന സാഹചര്യം നമ്മൾ ഇന്നെന്തോ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത പോലെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, എന്നാൽ അത് ഏതറ്റം വരെയും പോകാം. നമ്മുടെ ലോക്കലി പല സ്ഥാപനങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അറിവിലേക്ക് കൂടി അത് എത്തുന്നുണ്ട്. പക്ഷേ ടെലിവിഷൻ ചാനലുകൾ നോക്കൂ, എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം ഇത്ര കടുത്ത പ്രതിസന്ധി പ്രിൻ്റ് തലത്തിൽ നേരിടുന്ന സമയത്ത് മലയാളത്തിൽ ടെലിവിഷൻ ചാനലുകൾ, ന്യൂസ് ടെലിവിഷൻ ചാനലുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്? അതെന്തിനാണ്? അതെങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്ര ചാനലുകൾ പൊങ്ങി വന്നു. ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തനം, ടെലിവിഷൻ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നതും ഏഷ്യാനെറ്റിലാണ്. ആദ്യത്തെ വാർത്താ അവതരണത്തിലൂടെയാണ്. ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ വാർത്ത അവതരിപ്പിച്ചത് ഞാനാണ്. 1995 സുബിക് ബേ, ഫിലിപ്പീൻസിലെ സുബിക് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ വാർത്ത അവതരിപ്പിച്ചത് ഞാനാണ്. 10-30 വർഷമായി. അപ്പോൾ ഈ 30 വർഷത്തിനിടയിൽ ഞാൻ പലതും കാണുന്നുണ്ട്. പല ചാനലുകളും വരുന്നു പോകുന്നു എന്ന് വെച്ചാൽ പോകുന്നത് ചിലത് മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യ വിഷൻ പൂട്ടേണ്ടി വന്നു. അതുപോലെ തന്നെ TV ടുഡേ എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിരുന്നു, അത് പൂട്ടേണ്ടി വന്നു. ഫോർത്ത് എന്ന് പറയുന്ന ഒരു ചാനൽ സമീപകാലത്ത് തുടങ്ങാനിരുന്നു, അത് ഓൺലൈൻ മാത്രമാക്കി മാറ്റി, അങ്ങനെ പോയി, പൂട്ടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അത്ഭുതകരമായ കാര്യം, ചാനലുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മനോരമ 2006 മനോരമ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മനോരമ ഏകദേശം അതിനു മുമ്പ് നിങ്ങൾക്കറിയാം കൈരളി ചാനലുണ്ടായിരുന്നു, സൂര്യ ഉണ്ടായിരുന്നു, പിന്നെ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ചാനലുകൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചാനൽ ജീവനൊക്കെ ഉണ്ടായിരുന്നു, അമൃത വന്നു. ഇതൊക്കെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് 24 എന്ന് പറയുന്ന വേറൊരു ചാനൽ വരുന്നു, വലിയ മുതൽ മുടക്കോടുകൂടി. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ആളുകൾ പോയി റിപ്പോർട്ടർ എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ചാനലിനെ പുതുക്കി പണിയുന്നു. അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും വരുന്നു ബിഗ് TV എന്ന് പറയുന്ന മറ്റൊരു ചാനൽ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ചാനലുകൾ ഈ വളരെ ചെറിയൊരു മാർക്കറ്റിൽ ഉണ്ടാകുന്നത്? ഇത്രയും ചാനലുകൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഒരു മാർക്കറ്റ് സ്പേസ് ഇവിടെ ഉണ്ടോ? പണം വേണമല്ലോ, നടത്തണമെങ്കിൽ പണം വേണമല്ലോ, ശമ്പളം കൊടുക്കണം, അതുപോലെ തന്നെ മറ്റ് ഓപ്പറേഷണൽ കാര്യങ്ങൾ, കവറേജിനുള്ള സംഗതികൾ വേണം, പലതും വേണം. ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-60 കോടിയെങ്കിലും മിനിമം കയ്യിൽ വേണം. അത് മിനിമമാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് വരും. അപ്പോൾ അത്രയും മുതൽ മുടക്ക് എങ്ങനെ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത്. ആ മുതൽ മുടക്കിന് അപ്പോൾ എന്താണ് ലക്ഷ്യം? ഇവർക്ക് ലാഭമുണ്ടാക്കുക എന്നതാണോ ലക്ഷ്യം? ലാഭമുണ്ടാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ലാഭം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ഒരു ജോലിയല്ലേ ചെയ്യേണ്ടത്. ന്യൂസ് ടെലിവിഷനിൽ അങ്ങനെ ലാഭം ഉണ്ടാവുന്നില്ല, സത്യം അതാണ്. കാരണം ഏറ്റവും ഇത്ര പാരമ്പര്യമുള്ള ചാനലുകൾ, നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ചാനലിന് പോലും അതിൻ്റെ ലാഭവിഹിതമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എൻ്റെ മനസ്സിലാക്കൽ. അതുപോലെ തന്നെ മറ്റു പല ചാനലുകൾക്കും ബ്രേക്ക് ഈവൻ ആവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ചാനലുകൾ വീണ്ടും വരുന്നു. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു അത്ഭുതം? ഇതിൻ്റെ പിന്നിലുള്ള അത്ഭുതം എന്താണ്? ഒന്നുമല്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എവിടെ നിന്നോ പണം വരുന്നു. ഈ പണം വരുന്നതിന് സോഴ്സ് നമുക്ക് ആർക്കും അറിയില്ല. ആ സോഴ്സ് അറിയാത്ത പണം, ആരൊക്കെയോ വഴി എത്തിച്ചേരുന്ന ഒരു പണം എന്ത് മാധ്യമപ്രവർത്തന നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഇവിടെ വിനിയോഗിക്കപ്പെടുക? നിങ്ങൾ ആലോചിക്കണം. ഏത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനത്തിന് അത് വിനിയോഗിക്കപ്പെടാനാണ് സാധ്യത? നമ്മളെയെല്ലാം നയിക്കുന്ന, നേരത്തെ പറഞ്ഞ അക്രമിയെയും ഇരയെയും കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അക്രമിയെ പ്രതിരോധിക്കാനും ഇരയെ സംരക്ഷിക്കാനുമുള്ള വളരെ വലിയൊരു വിപ്ലവാത്മകമായൊരു മാധ്യമപ്രവർത്തനം നടത്താൻ വേണ്ടി ഈ പണം അങ്ങനെ കൊണ്ട് നിക്ഷേപിക്കുകയാണോ? ആരൊക്കെയോ നമുക്കറിയാത്ത ആളുകൾ. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് വളരെ സുതാര്യമായി അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? അത് സുതാര്യമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതല്ല, ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് വലിയ പിടിയില്ല. മനസ്സിലാക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളിലൊന്ന് അധികാരമാണ്. അതായത് ലാഭമല്ല പ്രശ്നം, സോഷ്യൽ സ്റ്റാറ്റസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സിനിമാ നടനായ ഒരു സൂപ്പർ സ്റ്റാർ ആയാൽ കിട്ടാത്ത സോഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഒരു ചാനലിൻ്റെ MD-യോ CEO-യോ അല്ലെങ്കിൽ എഡിറ്ററോ അല്ലെങ്കിൽ മാനേജിങ് എഡിറ്ററോ, അതൊക്കെയാണ്. എഡിറ്റർക്കൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. മാനേജിങ് എഡിറ്ററോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയൊക്കെ ആയാൽ കിട്ടുന്നു എന്നുള്ളതാണ്. MD-ഒക്കെ ആയാലും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ ജേർണലിസ്റ്റുകളാവണമെന്നില്ല, പക്ഷേ ജേർണലിസ്റ്റുകളായിട്ട് സ്വന്തം ചാനലിൻ്റെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് ജേർണലിസ്റ്റുകൾക്കൊപ്പം എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ അവർക്ക് കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ ഇതൊരു ദുർവ്യവസായമായി ഇതിനെ മാറ്റുന്ന തരത്തിലേക്ക്, ദുർവ്യവസായം, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ്, ഇതിനെ മാറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. ബാഡ് മണി ഈൽസ് ബാഡ് മണി ഗിവ്സ് ബാഡ് ജേർണലിസം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബാഡ് മണി എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഉപോത്ബലകമായ എനിക്കറിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി വിശദമായ അന്വേഷണം കേന്ദ്ര ഏജൻസികളെങ്ങാനും നടത്തിയാലായി അത് നടക്കുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. എനിക്ക് വലിയ ഉറപ്പില്ല കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ. അപ്പോൾ ശ്രീധരൻപിള്ള സാർ ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു ശ്രമം നടത്തി നോക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ മീഡിയ രംഗത്തേക്ക് ഇത്രയധികം, കാരണം പല രംഗത്തും ED-യൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നേ, പലയിടത്തും ചെയ്യുന്നുണ്ട്. അത് അവർക്ക് കാരണം സംശയം തോന്നുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെയുള്ള ചില ആളുകൾ, ഞാൻ മീഡിയ വണ്ണിൻ്റെ എഡിറ്ററാണ്. മീഡിയ വണ്ണിനെ കുറിച്ച് എന്താ പറയുന്നതെന്നറിയോ? എവിടെ നിന്നൊക്കെയോ ഹവാല പണം കൊണ്ടുവന്ന് നടത്തുന്നതാണ്. 68,000 ഷെയർ ഹോൾഡേഴ്സ് കൃത്യമായി പണം മുടക്കി അതിൻ്റെ വരവ് ചെലവുകൾ കൃത്യമായി സൂക്ഷിച്ച് സുപ്രീം കോടതി A to Z പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തന്ന ചാനലാണ്. അങ്ങനെ മറ്റേ ഇതാണെന്ന് പറഞ്ഞ് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആ ഒരു കാര്യം അത് അവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഒരു വശത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ചാനലിനെയും ഞാൻ മോശമായി പറയുകയല്ല കേട്ടോ, ചാനലുകൾ നല്ലതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ജേർണലിസം എന്താണ്, ഇവർ ചെയ്യാൻ എന്ത് ലക്ഷ്യമിട്ടിട്ടാണ് ഈ പണം മുടക്കുന്നത്? അതിനു വേണ്ടിയാണ്. ദേ ആർ റീഷേപ്പിംഗ് ദ റിയാലിറ്റി ഫോർ സംവൺസ് ഫേവർ. റീഷേപ്പിംഗ് ദ റിയാലിറ്റി ഫോർ സംവൺസ് ഫേവർ എന്ന് തന്നെ നമ്മൾ കാണണം. കാരണം റിയാലിറ്റി എന്ന് പറയുന്നത് ഒന്നല്ല, പലതാക്കി കാണിക്കാൻ നമുക്കിപ്പോൾ കഴിയും, അല്ലേ? അതിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉണ്ടാകുന്ന റിയാലിറ്റി. ഓക്കെ, പലതുമുണ്ട്. അപ്പം അതിൽ ഒരാൾക്ക് ആവശ്യമായ, ഒരു മുതലാളിക്ക് ആവശ്യമായ റിയാലിറ്റി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാക്കി ജേർണലിസ്റ്റെ മാറ്റുക, മീഡിയയെ മാറ്റുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഒരു വശം അതാണ്. ഇനി രണ്ടാമത്തെ വശം നോക്കിയാൽ, രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ജേർണലിസ്റ്റുകൾ, ഇതിപ്പോൾ മാനേജ്മെൻറ്റുകൾ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്, ജേർണലിസ്റ്റുകൾ അവരുടെ പ്രവൃത്തി എങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇങ്ങനെ പണമൊഴുക്ക് വരുമ്പോൾ അതിൻ്റെ പ്രലോഭനത്തിൽ, കാരണം വെച്ചാൽ വലിയ തോതിലുള്ള ഓഫറുകളാണ്. സത്യം പറയാം, ഞാനിതപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വരെ ഞങ്ങളുടെ ചാനലിൽ നിന്ന് പോലും ആളുകൾ വിളിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെ നമ്മൾ നേരിടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ഓൺലൈനിൽ മീറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചായിരുന്നു ആലോചന. ഇപ്പോൾ മുഴുവൻ സമയം അതാണ് ആലോചന. വിളിച്ചുകൊണ്ട് പോവുകയാണ് ഓരോരുത്തർ, എങ്ങനെ ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന മിനിമം ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ ഓഫറുകൾ വെച്ച് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ആളുകൾക്ക് കാശ് വേണം, പക്ഷേ ഈ കാശ് എന്ത് തരം കാശാണെന്ന് ഈ പോകുന്ന ആളുകളൊന്ന് ചിന്തിക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. എന്ത് തരത്തിലുള്ള കാശാണ് സ്വന്തം കയ്യിലേക്ക് വന്നുപെടുന്നത് എന്ന് അവർ ചിന്തിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ആൾക്ക് വേണ്ടിയോ ആവശ്യത്തിന് വേണ്ടിയോ ഉള്ള റിയാലിറ്റി മേക്കിങ്ങിലാണ് അവർ പങ്കെടുക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടാവട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നിലപാടുകൾ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാവും. എൻ്റെ നിലപാടുകൾ എൻ്റെ ബോധ്യങ്ങളാണ്. അത് ആർക്കും അതിന്മേലൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ബോധ്യം, അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാൾ ഹെർണാണ്ടസ് പറഞ്ഞതുപോലെ തിരിച്ചറിയാനുള്ളൊരു ബോധ്യമുണ്ട്. നമ്മളെ തെറ്റിനെയും ശരിയെയും തിരിച്ചറിയാനുള്ള ആ കഴിവാണ് നമ്മളെ ജേർണലിസ്റ്റ് ആക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബോധ്യങ്ങളാണ് എനിക്കുള്ളത്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ചില ആളുകൾക്ക് കഴിയണം. അതിന് പകരം നിലപാടുകൾ എഴുതി വെച്ച കസേരയിൽ പോയി ഇരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന നിലപാടെടുക്കണം എന്നെഴുതി കസേര റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കരുത് എന്ന അഭിപ്രായം ഉണ്ട്. പേരെഴുതി വെച്ചോട്ടെ, നിലപാടുകൾ എഴുതി വെച്ച കസേരയിൽ പോയിരിക്കരുത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. രാഷ്ട്രീയമായി വലത് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അത് മാത്രമേ അതാണ് ശരിയെന്ന് നിരന്തരം മീഡിയയിലും പുറത്തും വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ടോപ്പ് പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകൾ അതേത് തരത്തിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, ഇത്തവണ കുംഭമേള കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, എന്നാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അടുത്ത തവണ കുംഭമേള കുറെ കൂടി കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ പറയുന്നത് അതൊരു മതപരമായ ആഘോഷം, ആത്മീയ ഉണർവിന് വേണ്ടിയുള്ള ആഘോഷം എന്ന നിലയിലാണെങ്കിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല, ഒരു കുഴപ്പവുമില്ല. അത് പൂർണ്ണമായും അതിലുള്ള അവകാശവും സ്വാതന്ത്ര്യവും ആ സ്വാമിമാർക്കുണ്ട്. പക്ഷേ അതിനകത്ത് നടക്കുന്നത് എന്താണ് എന്ന് പരിശോധിച്ചിട്ട് വേണം അത് റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സത്യമായിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ചുരുക്കുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആശയമെന്ന് പറയുന്നത്, മലയാളം മീഡിയയുടെ ഭാവി, ടെലിവിഷൻ മീഡിയ, ഇപ്പം ഞാൻ പറഞ്ഞത് BBC അതിൻ്റെ സാറ്റലൈറ്റ് ഓപ്പറേഷൻസൊക്കെ വേണ്ടെന്ന് വെച്ചു, അവസാനിപ്പിച്ചു, ഡിജിറ്റലിലാണ്. അപ്പോൾ ഡിജിറ്റൽ TV അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയമാണ് ഇന്നത്തെ മീഡിയം എന്ന നിലയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ആളുകളോട് സംസാരിക്കാൻ കഴിയുന്നു? വളരെ സാധാരണമായിട്ട് മതിയെന്നേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ടെലിവിഷൻ സെറ്റുകൾ തുറന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജനങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകൾ എത്രയുണ്ട്, എത്ര ശതമാനം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം തന്നെ ഒരു തരം ഏച്ചുകെട്ടലുകൾ. ഇനി അതുമാത്രമല്ല, ഈ കെട്ടിക്കാഴ്ചകളെന്ന് നമ്മൾ പറയുമ്പോൾ വെറും കെട്ടുകാഴ്ചകളല്ല. എങ്ങനെയുള്ളതാണ്? അത് ഒരു വിനോദ ഘടകം കൂടി അതിനോട് ചേർത്തുകൊണ്ട് വാർത്ത ഇപ്പോൾ അവതരിപ്പിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കൂ. ഞാനൊക്കെ ആദ്യത്തെ ഈ 1995 ആദ്യത്തെ വാർത്ത അവതരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, കിടുകിട വിറച്ചുകൊണ്ട്, ഒരക്ഷരം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് പേടിച്ചുകൊണ്ടൊക്കെ വാർത്ത അവതരിപ്പിച്ച് തുടങ്ങിയ മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇന്നിപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ന്യൂസ് ഫ്ലോറിൽ ഗ്രൂപ്പ് ഡാൻസാണ്, പാട്ട് വെച്ചിട്ടേ റെക്കോർഡ് ഡാൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ആങ്കർമാർ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പരിപാടി അധികമൊന്നും
നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. ഞാൻ പെസിമിസ്റ്റാണ്. നേരത്തെ വേണു സാറ് പറയുന്നത് കേട്ട് ഒപ്റ്റിമിസ്റ്റാണ് എന്നുള്ളത്. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ഒപ്റ്റിമിസവും ഇല്ല. പക്ഷേ നോക്കാം, കുറേയൊക്കെ ഒന്ന് പൊരുതി നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.